ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കഫ്താൻ ടോപ്പ് തയ്ച്ചാലോ. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ ഇത്. അപ്പോൾ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു ചെറിയ ടോപ്പാട്ടോ. നമ്മൾ 8 വയസ്സായ ഒരു കൊച്ചിന് വേണ്ടിയിട്ടാട്ടോ തയ്ക്കുന്നത്. 8 വയസ്സായ ഒരു കുട്ടിയുടെ അളവിലാട്ടോ ഇത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 31 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. ഞാനിപ്പോൾ ഇത് മീഷോയിൽ നിന്ന് മേടിച്ച തുണിയാട്ടോ. 5 മീറ്റർ തുണിയാണിത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ അളവെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ഇത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം 22 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് 31 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 31 ഇഞ്ച് ലെങ്ത്ത് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കാരണം അതിനുശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞു 5 മീറ്റർ തുണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ 22 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിടണം. 11 ഇഞ്ചാണ് ഒരു വശത്തേക്ക് വേണ്ടത്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് 4ആയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്കിതിൻ്റെ കഴുത്തും ഇറക്കവും കഴുത്തിൻ്റെ അകലവും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് കഴുത്ത് 4.5 ഇഞ്ചും ബാക്ക് കഴുത്ത് 2.5 ഇഞ്ചുമാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞു കൊച്ചിനായതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കഴുത്ത് ഇറക്കി തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴുത്ത് എപ്പോഴും ചുരുക്കി തയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ഇനി ഇതിനകത്ത് വേറെ അളവുകളൊന്നുമില്ല. അപ്പം നമ്മുടെ കഴുത്തും ഇറക്കവും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അപ്പം ഈ കഴുത്തളവിൽ നമുക്കിടെ കൊച്ചിന് തല കടന്ന് പോരില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ബാക്കിൽ ഒരു വെട്ടും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ തുണി 2 ഫോൾഡാണ്. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് മുറിച്ച് തുണി 2 പീസാക്കി എടുക്കണം. ഞാൻ തുണി മുറിച്ച് 2 പീസാക്കി മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് ബാക്ക് പീസ് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് നമുക്ക് ബാക്കിലത്തെ ഇറക്കം വെട്ടി റെഡിയാക്കാം. നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്നിച്ച് വെച്ച് വെട്ടി ബാക്ക് മാത്രമാണ് വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഫ്രണ്ട് പീസിൻ്റെ നെക്കും കൂടി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസിനകത്ത് ഒരു 3 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി ഒരു വെട്ടിട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ കഴുത്ത് ഇറങ്ങുള്ളൂ. ഇനി നമുക്കിതിനകത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ 2 കഴുത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത്രയാണ് ഇതിനകത്ത് ഒരുപാട് തയ്യലും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. ഇനി ഇതാ ബാക്ക് കഴുത്ത് നമുക്കൊരു 3 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി ഒന്ന് ഒരു വെട്ടിട്ട് ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. നമുക്ക് ബാക്കിലൊരു ചെറിയൊരു ഓപ്പൺ കൊടുത്തേക്കണേ കേട്ടോ നമ്മുടെ കഴുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ലേസാണ്. എനിക്ക് ചെറിയ ലേസാണ് കിട്ടിയിട്ടുള്ളൂ. നല്ല വലിയ വീതിയുള്ള ഹാങ്ങിങ് ആയിട്ടുള്ള ലേസാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ചെറിയ മുത്തൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. എനിക്ക് ചെറിയ ലേസാണ് കിട്ടിയുള്ളൂ. പിന്നെ വേണ്ടത് നമ്മുടെ കഴുത്തിൽ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ക്രോസ് പീസ് വെട്ടി വേണം നമുക്ക് കഴുത്ത് തയ്ച്ചു കൊടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഇലാസ്റ്റിക്കാണ് കേട്ടോ. 1 ഇഞ്ച് 3/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കഴുത്തിലൊക്കെ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് വെട്ടിയെടുക്കാം. ഞാൻ 3 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. നീളം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഈ 3 പീസും കൂടി ഞാൻ ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് കഴുത്തിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് പീസ് വെട്ടി കളയാം. ഞാൻ അതുകൊണ്ട് കറക്റ്റ് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ക്രോസ് പീസൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുത്തിൽ വെച്ച് ഒന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ നൈറ്റിയുടെയൊക്കെ ബാക്ക് അടിക്കും പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും കഴുത്ത് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ക്രോസ് പീസ് 2ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ കഴുത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഷോൾഡർ 2ഉം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബെറ്റിക്കോട്ടിൻ്റെയൊക്കെ കഴുത്ത് അടിക്കും പോലെ തന്നെ ഇതിൻ്റെയും കഴുത്ത് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ നേരിട്ട് തന്നെ കഴുത്ത് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഷോൾഡർ അടിച്ചതിന് ശേഷം നെക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇൻവിസിബിളായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഷോൾഡർ കാണാൻ പറ്റും. ഷോൾഡറിന് തയ്യത്തുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ റൗണ്ട് കഴുത്തും പിന്നെ അതിൻ്റെ ബാക്കിൽ ഓപ്പണും കൂടി ഒന്നിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും കുത്തി നിർത്തി വേണം. അതായത് റൗണ്ടിൻ്റെ അവസാനത്തിലും കുത്തി നിർത്തണം,
താഴത്തേക്ക് നമ്മൾ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിൽ വരുമ്പോഴും കുത്തി നിർത്തി കൊടുക്കണം. കണ്ടോ, എന്താ ഇതുപോലെ, എങ്കിലാണ് ഇതുപോലെ ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഷേപ്പൊന്നും കിട്ടില്ല. ഇതിന് ശേഷം ഓരോ മൂലയും നമ്മളിതാ ഇതുപോലെ വെട്ടിട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മറിച്ചടിക്കാം. മറിച്ചടിക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം പതിച്ചടിക്കണം. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ട് ഒരു മേൽക്കാണി കൂടി നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ ബാക്ക് സ്റ്റിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും അടിച്ചെടുക്കാം. ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം 1/4 ഇഞ്ച് നീക്കിയിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഈ ലേസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ലേസ് ഇതിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെല്ലാ ലേസും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിലൊന്ന് യോജിപ്പിക്കാം. നമ്മൾ 2 ഷോൾഡറും കൂട്ടി അടിച്ചിട്ടുണ്ട്. ഷോൾഡർ എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഷോൾഡർ വിട്ടു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം പൈപ്പിങ് ഉണ്ടാക്കിയെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലെ നെക്കിന് നമ്മൾ ഒരു ഹുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് നമുക്കൊരു കഷ്ണം പൈപ്പിങ്ങിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അരികൊന്ന് ഫുള്ള് 4 സൈഡും നമുക്കൊന്ന് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ. 4 സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 4 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ലേസ് പിടിപ്പിക്കാനായിട്ട്. ഇതുപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മളൊരു പൈപ്പിംഗ് ഉണ്ടാക്കിയെടുക്കണം. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബാക്കിൽ ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത് മറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാകത്തിനുള്ള നീളത്തിൽ നമുക്കത് കട്ട് ചെയ്ത് ഇവിടെ ഇതുപോലെ മടക്കി പിടിപ്പിച്ച് കൊടുക്കാം. ഉണ്ട് ഒരു ബട്ടൺസ് ഇടാനുള്ള ഹുക്കിൽ നമുക്കതോടെ നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ലേസ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശവും ചീത്ത വശവും നോക്കിയിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ ലേസ് നമ്മൾ 4 സൈഡും തയ്ച്ച് കൊടുക്കണം. നമ്മൾ 4 സൈഡും തയ്ച്ച് തീർന്നിട്ടുണ്ട്. മൂലയൊക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ തയ്ച്ച് കാണിച്ചിട്ടുണ്ട് മൂലയിൽ എങ്ങനെ തയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക് ഞാൻ 9 ഇഞ്ചിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇലാസ്റ്റിക് എടുക്കുമ്പോൾ 9 ഇഞ്ച് നീളത്തിലായിട്ട് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തിരിക്കുന്നത്. ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിന്നും അകത്തേക്ക് 2.5 ഇഞ്ചോടെ അടയാളപ്പെടുത്തിയാണ് ഇലാസ്റ്റിക്കിൻ്റെ അളവ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. മുകളിൽ നിന്നും 10 ഇഞ്ച് താഴത്തേക്ക്, അതായത് ഷോൾഡറിൽ നിന്നും 10 ഇഞ്ച് താഴത്തേക്കും സൈഡിൽ നിന്ന് 2.5 ഇഞ്ച് അകത്തേക്കും മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോളാണ് അടയാളപ്പെടുത്തേണ്ടത്. ആം ഹോൾ നമ്മൾ 5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതും അവിടെ ആ എൻഡിൽ നിന്നും അകത്തോട്ട് 2.5 ഇഞ്ച് കയറ്റി നമ്മൾ ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. കണ്ടോ, ഇവിടെ നിന്ന് 2.5 ഇഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ തന്നെ ഇത്രയും ഗ്യാപ്പ് ഇട്ടാണ് കേട്ടോ ഇലാസ്റ്റിക്കും കയറ്റി തയ്ച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ നിന്നും മുകളിലോട്ട് ഒരു 5 ഇഞ്ച് ഒരു ഓപ്പൺ വേണം. അത് ആ 5 ഇഞ്ചിൻ്റെ അവിടെയാണ് നമ്മൾ തയ്ച്ച് നിർത്തുന്നത്. കാരണം ഓപ്പൺ ഇല്ല എങ്കിൽ തട്ടും, നമ്മൾ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ തടം കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 സൈഡിലും 5 ഇഞ്ച് വെച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു ഓപ്പൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെയും നമ്മൾ 2.5 ഇഞ്ച് അകത്തോട്ട് തള്ളിയിട്ട് വേണം തയ്ച്ച് നിർത്താനായിട്ട്. മുകളിലും താഴെയും 2.5 ഇഞ്ച് വീതം തള്ളിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് നിർത്താനായിട്ട് കേട്ടോ. കെട്ടിട്ട് വേണം നിർത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടയാളം എല്ലാം നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ 2.5 ഇഞ്ചിൽ നിന്നും തുടങ്ങി താഴത്തെ 2.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ താഴത്തെ 2.5 ഇഞ്ചിൽ നിന്നും തുടങ്ങി മുകളിൽ അതുപോലെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു.
അപ്പോൾ ഇത് കുഞ്ഞു മക്കൾക്കല്ല വലിയ ആളുകൾക്കും വലിയ അളവിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി ഇതാ നമ്മൾ ബാക്കിൽ ഇതാ ഞാനൊരു പോമാട്ടോ ഇവിടെ വെച്ച് കൊടുത്തേക്കാം. നമുക്ക് നല്ല ഷോ ബട്ടനൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് അടിപൊളി ഒരു കഫ്താൻ്റെ ടോപ്പ് തയ്ച്ചെടുക്കാം. കുഞ്ഞു മക്കൾക്കൊക്കെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും.